ഗൈസ് വെൽക്കം ബാക്ക് ടു കുസിമാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ പോക്കെന്നാൽ മനസ്സിലായിട്ടുണ്ടാവും എവിടേക്ക് പോവാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈവനിങ് ഒക്കെ ആയപ്പോൾ നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ എടപ്പാള് ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് TMT പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ സംഭവം ഷവായി ആയിരുന്നു. നമ്മൾ ഏതായാലും പുറത്തിറങ്ങല്ലേ, അപ്പോൾ TMT പോയി ഷവായി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മളിതാ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഞാനും ഉമ്മച്ചും സിയാറും വാപ്സൊക്കെ കൂടിയിട്ട് TMTക്ക് വന്നു. പിന്നെ ഗൈസ് ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. കൂടാതെ ഇവിടെ ഇങ്ങനെ ഓൾറെഡി സീറ്റ്സ് ഒക്കെ ഫുള്ളാണ്. ബട്ട് ആൾക്കാർ ഇന്നാളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരങ്ങനെ ആൾക്കാരെ വെയിറ്റ് ചെയ്യിപ്പിക്കണമെന്നില്ല അധികം. അത്യാവശ്യം സീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്കുള്ള സീറ്റ് അപ്പോൾ അവിടെ പോയി ഇരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. ഡീറ്റെയിലിംഗ് പറയുന്നതാണ് ഏറ്റവും അടിപൊളി. കാരണം അവർ ആ സാധാ ജഗ്ഗിൽ വെക്കുന്ന വെള്ളം അവർ നല്ല ഡെക്കറേറ്റീവ് ആയിട്ടാണ് വെള്ളമൊക്കെ വെക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ആ നീറ്റ്നെസ് ഒക്കെ കണ്ടാൽ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ തോന്നും. അതൊരു സംഭവമായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് ഷവായിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആ ഷവായി ഒക്കെ പ്ലേറ്റിലേക്ക് എടുത്തു. നല്ല ചൂടുണ്ടായിരുന്നു. ബട്ട് ആർത്തി കൊണ്ട് ഞാനത് പ്ലേറ്റിലേക്ക് തട്ടിയിട്ടോ. എന്നിട്ട് ഞാനത് കഴിച്ചു നോക്കി. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് ഞാൻ പറയുകയെന്ന് വെച്ചെങ്കിൽ ബാക്കിയുള്ളടത്തൊക്കെ ഭയങ്കര മസാല ഓവറാവും. ബട്ട് ഇതെന്ന് പറയുന്നത് ഒരു മിനിമൽ മസാലയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു. സിയാറൊക്കെ തംസപ്പ് കാണിച്ചു കിട്ടോ. പിന്നെ ഇവിടുത്തെ ഈ മാങ്ങയുടെ ഒരു സാലഡ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഇച്ചിരി പുളിപ്പും അതിലൊക്കെ ഉള്ള ഒരു മാങ്ങ ആയിരുന്നു അത്. ഞാനത് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിയാറിതാ അടിപൊളി എന്നൊക്കെ പറയുകയാണ്. വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്യൂട്ടൻ. പിന്നെ സിയാറതാ ഹായ് അടിപൊളിയായിട്ട് തിന്നുന്നുണ്ട്. നമ്മളെ ഉമ്മച്ചി അവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മച്ചിയും ഭയങ്കര തട്ടലൊക്കെയാണ്. ജമ്മ കാണുന്ന പോലെ ഒന്നും അല്ല. പിന്നെ ഞാനിതാ കേക്ക് ഇടുന്നുണ്ട്. ആരും ഒരു മടിയും കാണിക്കാണ്ട് തിന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ മാങ്ങയുടെ സലാഡുമൊക്കെയാണ് എന്നാലും പോണത്. പിന്നെ കണ്ടു ഗൈസ് ഉമ്മച്ചി എല്ലൊക്കെ ആക്കി ഇട്ടിരിക്കുന്ന ഫുഡ്. പിന്നെ നമ്മളിതാ മാങ്ങയുടെ സാലഡ് ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അതിന് ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് വായിക്ക് വെക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അതിപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ടാവാം ചിലപ്പോൾ മാങ്ങ സാലഡ് കേട്ടോ. പിന്നെ നമ്മൾ ഓരോരുത്തരും മിൻലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുടിച്ചു. അത് അടിപൊളിയായിരുന്നു. അതിൻ്റെ പ്രസൻറ്റേഷൻ അടിപൊളിയാണ് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇവരെല്ലാ പ്രസൻറ്റേഷനും പിന്നെ എല്ലാ സ്റ്റാഫ്സും ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ഇവരുടെ ഒന്ന് മനസ്സിലാക്കാം, ഹൈജീൻ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ ഈ TMTയുടെ തന്നെ ഒരു സുലൈമാനി സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്സൈഡിൽ ഒരു സുലൈമാനി കുടിച്ചത് അൺലിമിറ്റഡ് ആണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്നും കുടിച്ചില്ല. ഓൾറെഡി എൻ്റെ വയറ് നിറഞ്ഞ് പൊട്ടാനായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ ഉള്ളതാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് കുറച്ച് നേരം തിരിഞ്ഞു. പിന്നെ ഇവിടെ എത്രയോ ഷവായികളാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിതാ ഇവിടെയൊക്കെ നിന്ന് നട്ടം തിരിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ TMT വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.